PV അൻവർ ഒടുവിൽ പിണറായി വിജയനെതിരെയും CPM-നെതിരെയും ആഞ്ഞടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിലെ പിണറായി വിരുദ്ധരും അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധർ സൃഷ്ടിച്ചിരുന്ന കഥകൾ ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്ന് ഒരാളുടെ വായിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ അവർ നയിച്ചിരുന്ന അല്ലെങ്കിൽ അവർ ഇതിന്റെ ഉള്ളിലൂടെ ഒരു ചരട് വലിച്ചിരുന്നത് കുറച്ചു പേർക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ ഇതിന്റെ ക്യാപ്ഷനിൽ മെൻഷൻ ചെയ്തിരുന്നു. ഇന്ന് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഭൂരിപക്ഷവും, അതായത് ADGP-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭൂരിപക്ഷവും അത് റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണന് ഇതിലെന്താണ് റോളെന്ന് ഈ സമൂഹത്തിന് അറിയേണ്ടിയിരിക്കുന്നു. കാര്യം എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വെറുതെ ചുമ്മാ അകക്കാമ്പില്ലാത്ത ആരോപണങ്ങളല്ല. ആരും ഇത് ഉന്നയിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം PV അൻവർ ഇന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് വളരെ ശക്തമായിട്ട് പറയുകയാണ്. അത് പറയാൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടി ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ പ്രത്യേകിച്ച് ഉണ്ണി ബാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റുകൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇദ്ദേഹം പലപ്പോഴും ശക്തമായിട്ടുള്ള ഇടത് പക്ഷ വിരോധം അല്ലെങ്കിൽ പിണറായി വിരോധം ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം ഒരു ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന് എതിരായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ പല വിലയിരുത്തലുകളും ശരിയാകുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യമുണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ പല വിലയിരുത്തലുകളും ശരിയാണെന്ന് തോന്നി. പക്ഷെ അത് കേരളത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയവുമായിട്ടും പിണറായിയുടെ കാര്യത്തിലൊക്കെ ചില കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ കേൾക്കുമ്പോൾ അതിൽ പലതും മുൻവിധികളോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ചില പിണറായി വിരുദ്ധതയോ അല്ലെങ്കിൽ ഇടതു വിരുദ്ധതയുടെ ചില ആംഗിളുകൾ ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇന്നിപ്പോ PV അൻവറിന്റെ സ്റ്റേറ്റ്മെന്റ് അതുമായിട്ട് ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നുവെന്ന് പറയാൻ കാരണം നിങ്ങൾക്കും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് PV അൻവർ ആരോപണം ഉന്നയിച്ചത് മുതൽ ഇങ്ങോട്ടേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണോ ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് പോയി നോക്കാം. അതിൽ ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ ഈ അടുത്ത ദിവസം വാർത്താ സമ്മേളനം നടത്തി PV അൻവറിനെതിരെ സംസാരിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഉണ്ണി ബാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള മീറ്റ് ദ എഡിറ്റേഴ്സിലെ പ്രതികരണം നിങ്ങളൊന്ന് പോയി ശ്രദ്ധിച്ച്. പല കാര്യങ്ങളും ഇന്ന് PV അൻവർ പറഞ്ഞത് ആ സ്ക്രിപ്റ്റ് വളരെ കൃത്യമായിട്ടാണ്. അതായത് ഉണ്ണി ബാലകൃഷ്ണൻ അന്ന് പറഞ്ഞു വെച്ച സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അത് പല കാര്യങ്ങളും അതിൽ ഗവർണറുടെ ഒരു കേസ് എന്റെ കയ്യിലുണ്ട് കേട്ടോ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് ഇന്ന് PV അൻവർ അതേപടി പറയുന്നത് കേട്ടു. അതായത് അതിൽ പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഗവർണർ തന്ന ഒരു പരാതി എന്റെ കയ്യിലുണ്ട് എന്ന ആംഗിളിൽ പറഞ്ഞതിനെ ഈ ഉണ്ണി ബാലകൃഷ്ണന്റെ ആംഗിളിലേക്ക് വരുമ്പോൾ അത് PV അൻവറിനുള്ള ഒരു താക്കീതാണ്, ഒരു ഭീഷണിപ്പെടുത്തലാണ്. എന്റെ കയ്യിൽ ഗവർണർ തന്നൊരു പരാതി ഉണ്ട് കേട്ടോ. അതേ സ്റ്റേറ്റ്മെന്റ് ഇന്നിപ്പോ PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലും കാണാനിടയായി. അത് മാത്രമല്ല ADGP ആയിട്ടുള്ള അജിത് കുമാറിന്റെ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ നടത്തുന്ന വിലയിരുത്തലുകൾ അതേപടി PV അൻവർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ അതേപടി PV അൻവർ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ ബലപ്പെടുത്താനുണ്ടായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇപ്പോൾ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നതെന്ന് നിങ്ങളൊന്ന് റീകോൾ ചെയ്ത് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യമായിട്ട് ഇത് ഏത് ചാനലിലൂടെയാണ് പുറത്തു വരുന്നത്? അതായത് സുജിത് ദാസ് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥനെതിരെയായിട്ടുള്ള ശബ്ദരേഖ റിപ്പോർട്ടർ ചാനലിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. റിപ്പോർട്ടർ ചാനലിലൂടെ പുറത്തേക്ക് വന്ന ഈ ശബ്ദരേഖ അതാണ് വലിയ വിവാദങ്ങൾക്ക് തുടക്കമാകുന്നു. അതിനുശേഷം PV അൻവർ ഈ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നു. അതിന്റെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ നിഴൽ പോലെ പുറകെ റിപ്പോർട്ടർ ചാനലുണ്ട്. റിപ്പോർട്ടർ ചാനൽ അതിനുശേഷമാണ് മലപ്പുറം കേന്ദ്രീകരിച്ച് ഒരു വ്യാജ വാർത്ത അടിച്ചത്. അതായത് പോലീസ് ശൃംഖലയിൽ ഒരു സ്ത്രീയെ പരാതി പറയാൻ ചെന്നവർ കൂട്ട ബലാത്സംഗത്തിനിരയായി സുജിത് ദാസിന് വരെ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു. അതിനകത്ത് ബലാത്സംഗ ശൃംഖലയുണ്ട് എന്നൊരു വാർത്ത കൊടുത്തു. ഒരു ഇരയെ ഇവർ തലേ ദിവസം രാത്രി ഒരു വലിയ കാർഡടിച്ചിറക്കുന്നു. കേരളം ഞെട്ടുന്ന വാർത്ത എന്നുള്ള കാർഡടിച്ചിറക്കുന്നു. പിന്നാലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വാർത്തയെ സ്ഥിരീകരിക്കാൻ വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തിയത് PV അൻവറിനെയാണ്. പക്ഷേ ആ വാർത്ത വ്യാജമാണെന്നും ആ വാർത്തയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ കേസിന് പോവുകയും വന്ന പോലെ തന്നെ ആ വാർത്ത എന്ത് പോകുന്ന സാഹചര്യമുണ്ടായി, കെട്ടുപോകുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ വ്യാജ വാർത്ത അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ
ഈ വിഷയത്തിൽ അതായത് ട്രീ കട്ടർ ചാനലിന്റെ മുതലാളിമാർക്കെതിരെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ ആ ആരോപണം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടായി. അതിനെ ഈ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് വ്യാപകമായിട്ടുള്ള പ്രതികരണം വരുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ വലിയ വിമർശനം ഉയർന്നപ്പോൾ ന്യായീകരിക്കാൻ രംഗത്തെത്തിയത് പി വി അൻവർ ആയിരുന്നു. പി വി അൻവർ ആ ആരോപണത്തെ ശരിവെക്കുകയായിരുന്നു. പിന്നീട് പല കാര്യങ്ങളിലും പി വി അൻവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണെന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയും പാർട്ടിക്കെതിരായിട്ടും പിണറായിക്കെതിരായിട്ടും അദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ട കാര്യങ്ങൾ പ്രചോദനം കൊടുത്തിരുന്നതും ആരാണ്? അത് ഉണ്ണി ബാലകൃഷ്ണനാണ്. അതിനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഈ ആരോപണങ്ങൾ തുടങ്ങുന്ന ആദ്യത്തെ ദിവസം ആദ്യത്തെ ടെലിയിൻ കോൾ അല്ലെങ്കിൽ ഫോണിൽ ഉണ്ണി ബാലകൃഷ്ണന്റെ ഒരു വൈകിട്ടത്തെ പരിപാടിയിൽ പി വി അൻവറിനെ വിളിക്കുന്നുണ്ട്. പി വി അൻവറിനെ വിളിക്കുമ്പോൾ പി വി അൻവർ ആദ്യമായിട്ട് ഉണ്ണി ബാലകൃഷ്ണന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ വിലയിരുത്തൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാര്യം നിങ്ങൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പല വിലയിരുത്തലുകളും കൃത്യമായിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് വല്ലാത്ത മമതയുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് കൊണ്ട് പിന്നീട് പി വി അൻവർ പല വാർത്താ സമ്മേളനങ്ങളിലും പറയുമ്പോൾ അത് മീറ്റ് ദ എഡിറ്റേഴ്സിൽ തലേ ദിവസം രാത്രി ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യമാണ്. അപ്പോ ഇവർ തമ്മിൽ സ്വാഭാവികമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഉണ്ണി ബാലകൃഷ്ണന്റെ മനസ്സിലുള്ള പല പിണറായി വിരുദ്ധതയും പല CPM വിരുദ്ധതയും അല്ലെങ്കിൽ ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന പല കാര്യങ്ങളും പി വി അൻവർ എന്ന മൗത്ത് പീസിലൂടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ശരിയാണോ തെറ്റാന്നൊക്കെ പാർട്ടി അന്വേഷിക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, പി വി അൻവർ എന്ന വ്യക്തി ഇന്ന് കാണിച്ചിരിക്കുന്ന ഒരു പ്രവർത്തനം, അതായത് അദ്ദേഹത്തിന് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത വ്യക്തിയാണോ അല്ലെങ്കിൽ CPMന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞൂടെ എന്നുള്ള ചോദ്യമുണ്ട്. പറയാം, 100% ഒരു വ്യക്തിക്ക് പറയാം, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം സർവ്വ ലിമിറ്റും ക്രോസ് ചെയ്ത് പോയതിനു ശേഷം ഇത്രയും കാലം ഈ നാട്ടിൽ സംഘപരിവാറുകാർ ഉയർത്തിയിരുന്ന അല്ലെങ്കിൽ ഈ നാട്ടിലെ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഉയർത്തിയിരുന്ന ഈ നാട്ടിലെ കോൺഗ്രസുകാർ ഉയർത്തിയിരുന്ന ഈ നാട്ടിലെ ലീഗന്മാർ ഉയർത്തിയിരുന്ന ആ സ്റ്റേറ്റ്മെന്റുകൾക്കെല്ലാം അടിവരയിട്ട് നിർത്തിക്കൊണ്ട് അദ്ദേഹം മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയെ ആരാണ് മാധ്യമങ്ങൾ സൃഷ്ടിച്ച അതേ കഥകളെ അദ്ദേഹം സ്ഥിരീകരണം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല. കുറെ പേർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ടായിരിക്കാം. മലബാർ മേഖലയിലെ കുറെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇതിനെ പിന്തുണച്ചുകൊണ്ട് ചിലപ്പോൾ ഇടതുപക്ഷത്തിന്റെ അനുഭാവ കാറ്റഗറിയിൽ നിന്ന് മാറിപ്പോയേക്കാം. പക്ഷെ പി വി അൻവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹം പല കാര്യങ്ങൾ കൊണ്ട് അതിലൊന്നും നീതി ലഭിച്ചില്ലെന്നോ അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വേണ്ടത്ര ഇടപെടൽ നടത്തിയില്ല എന്ന് പറയുകയാണ്. അതായത് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് കടന്നു വന്നതാണെന്ന് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞിരുന്നു. അത് പറയാൻ കാരണം ഈ അദ്ദേഹത്തിന് ഇതിന്റെ ചിട്ടാവട്ടങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതാണ്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തിന് പരാതി കൊടുക്കുക, അന്വേഷിക്കുക, അതിലൊന്നും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇന്ന് പോലും ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പോലും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്ത പരാതി, ആ പരാതി അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുകയാണ്. അതിന് തൊട്ടു മുന്നോടിയായിട്ട് ADGP റിപ്പോർട്ട് കൊണ്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ADGPക്കെതിരെ അന്വേഷണം വരികയാണ്. അതും മാധ്യമങ്ങൾ എന്ത് പറയും? അത് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നതുകൊണ്ടാണ് കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതെന്ന് പറയാൻ സാധ്യതയുണ്ട്. ഒരു കാര്യമുണ്ട്, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്വിച്ച് ഇട്ടത് കണക്ക് പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. കാര്യം പി വി അൻവർ പറയാണ്, ഞാൻ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് എനിക്ക് നീതി തന്നില്ല. ഈ നീതി തന്നില്ല എന്ന് പറയുന്ന വ്യക്തി, അതായത് ഈ അടുത്ത കാലത്ത് VD സതീശനെതിരെ 150 കോടി രൂപ കടത്തി എന്നൊരു ആരോപണം ഉന്നയിച്ച ഓർമ്മയുണ്ടോ? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൽ ഒരു സർക്കാർ കേസെടുക്കാൻ പറ്റും? 150 കോടി രൂപ നമ്മളൊരു മനസ്സിൽ തോന്നുന്ന ഒരു കഥ പറയുന്നതിലൊന്നും യാതൊരു പ്രശ്നമില്ല. ആ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ 150 കോടി രൂപ ഇവിടെ കടപ്പുറത്ത് വരുന്നുണ്ട്, പിന്നെ മീൻവണ്ടി കയറ്റിക്കൊണ്ടുപോയ കഥയൊക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെ എന്താണ് ഉപോത്പലകമായിട്ടുള്ള ഒരു തെളിവെന്ന് പറയുന്നത്? നാക്കുകൊണ്ട് ആർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ എളുപ്പമാണ്. ഇത്രയും ദിവസമായിട്ട് അദ്ദേഹം പല സ്റ്റേറ്റ്മെന്റുകളും പല കാര്യങ്ങളും പുറത്തേക്ക് വിടുന്നുണ്ട്. ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെ അരുൺകുമാർ തന്നെ പറയുന്നുണ്ട് പല തെളിവുകളും. അതായത് ഈ ആരോപണങ്ങൾ കൊണ്ട് ഒരാൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ നാളെ പി വി അൻവർ കാണില്ലല്ലോ അതിന് ഉത്തരവാദിത്വം പറയാനായിട്ട്. അതായത് RSS ബന്ധത്തെക്കുറിച്ച് ഉണ്ണി ബാലകൃഷ്ണന്റെ അഭിപ്രായത്തിന് അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുക്കുന്നതാണ്, അല്ലെങ്കിൽ പി വി അൻവർ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി നടപടിയെടുക്കുന്നതാണ് മികച്ച ഭരണാധികാരി എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് മൈൻഡ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിന് ഉണ്ണി ബാലകൃഷ്ണന്റെ അടുത്തുള്ള നേരത്തെ പറഞ്ഞൊരു കാര്യത്തിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഉണ്ണി ബാലകൃഷ്ണൻ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതും അദ്ദേഹത്തിന്റെ മനസ്സിൽ ദേശീയ തലത്തിലുള്ള കോൺഗ്രസിനോട് വലിയ താല്പര്യമുണ്ടെന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അടിവരയിട്ട് തുറന്നു കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ പല സ്റ്റേറ്റ്മെന്റുകളും അദ്ദേഹത്തിന് സ്വീകാര്യമായി തോന്നിയത്. പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാന്നല്ല, എല്ലാം നല്ലതാണെന്നല്ല, പ്രശ്നങ്ങൾ ഉണ്ടെന്നേ. മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. പി വി അൻവർ ഇപ്പോ പറയുന്നുണ്ട് ഞാൻ സമ്പൂർണ്ണമായി ശരിയാണെന്ന് സ്വയം തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചുറ്റാകെ നിൽക്കുന്നവർ പറയുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത് 100% ശരിയാണെന്ന്. പക്ഷേ
ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് നോക്കുന്നവർക്ക് മാത്രമാണ്. ഇത് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നോക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസം, ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ നിങ്ങൾ പറയുന്നത് എനിക്ക് എന്റെ പിതാവിനെ പോലെയാണ്, അദ്ദേഹത്തിന്റെ ഒരു നോട്ടം മാറിയാൽ പോലും എന്റെ പിതാവിനെ എനിക്ക് കാണാൻ പറ്റും, എന്താണ് അതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ശേഷിയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ അതേ നാവുകൊണ്ട് ഇന്ന് പിണറായി വിജയനെ കുറിച്ച് നിങ്ങൾ ഇത് പറയുമ്പോൾ, ഒരു വ്യക്തി പിതാവിന് തുല്യം പറഞ്ഞതിന് ശേഷം, ഇത് നേരത്തെ നമ്മുടെ സരിതയുടെ ഒരു വാക്കുണ്ട്, ഉമ്മൻചാണ്ടി എന്റെ പിതാവിന് തുല്യമാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അതേ നാവ് കൊണ്ട് തന്നെ സരിത എന്ത് പറഞ്ഞു, ഉമ്മൻചാണ്ടി എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അതേ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ആ ശൈലിയിലേക്കാണ് ഒറ്റയടിക്ക് നിങ്ങൾ മാറിയത്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്നുള്ള ആക്ഷേപത്തെയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു സിസ്റ്റത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമ്പോൾ, അതായത് നിങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ കോൺഗ്രസ് ശൈലിയിലൊക്കെ പ്രതികരിക്കുമ്പോൾ ആ രീതിയിൽ പെരുമാറുന്ന ഒരു സംവിധാനമല്ലെന്നേ ഇത്. അത് നിങ്ങൾ മനസ്സിലാക്കാതെ അതിന്റെ യഥാർത്ഥ രീതിയിൽ കഴിഞ്ഞ 8 വർഷം കൊണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരനായി എന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുകയോ അല്ലെങ്കിൽ ഒരു സെക്യുലറിസം ഇതിന് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന പലരും ഉണ്ടല്ലോ. അതായത് ഇന്നിപ്പോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ പിന്തുണ നൽകുന്നുണ്ട്. ആ പിന്തുണ നിങ്ങൾ ചില മാധ്യമങ്ങൾ നൽകുന്ന സ്വീകരണ മുറികളിലെ ആ സ്വീകാര്യതയൊക്കെ കാണുമ്പോൾ നിങ്ങൾ കരുതുകയാണ് ഇതെല്ലാം സ്ഥായിയാണെന്ന്. അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നു. അൻവർ എന്ന വ്യക്തിയോട് വളരെ ബഹുമാനം തോന്നിയിട്ടുള്ള, അൻവർ എന്ന പോരാളിയോട് വളരെയധികം ഒരു ആദരവ് തോന്നിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. കാര്യം പലപ്പോഴും അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും വാർത്തയായി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാര്യം അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ, പല സ്റ്റേറ്റ്മെന്റുകൾ, ചിലയിടങ്ങളിൽ ശക്തമായി പ്രതികരിക്കുന്ന ഒരു ശൈലിയെ അംഗീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം എല്ലായിടത്തും ഒരേ ശൈലി പ്രയോഗിക്കുന്നത്, അതായത് നമ്മൾ എന്ന വ്യക്തിക്ക് ചിലയിടങ്ങളിൽ എങ്ങനെ, അതായത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പെരുമാറുന്ന ചിലയിടങ്ങളിൽ ആവശ്യമാണ്. അദ്ദേഹം ജയശങ്കറിന്റെ വിഷയത്തിൽ പ്രതികരിച്ചു, ആരും ഒന്നും പറഞ്ഞില്ല. ഈ നാട്ടിൽ അങ്ങനെ പ്രതികരിക്കരുതെന്ന് അദ്ദേഹത്തിന്റെ ആ വാചകത്തിനെ കുറിച്ചൊന്നും ആരും ഓഡിറ്റ് ചെയ്യാൻ വന്നില്ലല്ലോ. ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പല കാര്യങ്ങൾ അനാവശ്യമായിട്ട് മുഹമ്മദ് റിയാസിനെ അതിൽ ഇഴയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ഇത്രയും കാലം ഷാജൻസ്കറി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തെ അദ്ദേഹത്തിന്റെ നാവിലൂടെ തന്നെ പുറത്തേക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഷാജൻസ്കറിയെ എതിർക്കുന്നത്? അതായത് അദ്ദേഹത്തിന് മോനും മരുമോനും മാറിപ്പോവുകയാണ്. ഇതൊക്കെ ആരുണ്ടാക്കിയ കഥയാണ്? സംഘപരിവാറുകാരുടെ കഥയാണല്ലോ മോനും മരുമോനും തമ്മിലുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോ നിങ്ങളും ഉള്ളാലെ ഇതുവരെ എന്തായിരുന്നു? ഈ പുറമെ ഇതൊക്കെ കാണിക്കുകയും ഒരു വ്യക്തിയെ, തന്റെ ആരോപണങ്ങൾ അതിന് ഉടനടി തന്നെ നടപടി ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി എന്ന വ്യക്തിയെ അപ്പാടെ പാടിപ്പൊഴുത്തി നിങ്ങൾ പിതാവിന് തുല്യമാണ്, അദ്ദേഹം ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ്, ക്യാപ്റ്റനാണ്, ഞാൻ പോലും ജയിച്ചത് ഈ കാര്യമാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ന് ഒറ്റയടിക്ക് അതെല്ലാം മാറ്റി തള്ളി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുഖത്തേക്ക് തന്നെയാണ് കരിവാരി തേച്ചത്. കാര്യം ഒരു കാര്യമുണ്ട്, ഈ അടുത്ത കാലത്ത് ഫോൺ ചോർത്തിയ ഒരു വിഷയം നിങ്ങൾക്ക് നേരെ ഒരു ആരോപണമായി വന്നു നിൽക്കുകയാണ്. നിങ്ങളെ കൂടെ നിൽക്കുന്നവർ, നിങ്ങളെ കൈപിടിച്ചവർ, നിങ്ങൾ ഒരു പ്രതിസന്ധിയിലായി കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ചു വിമർശിച്ചു കഴിഞ്ഞാൽ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. അന്നേരം വരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം റദ്ദാക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നൽ വന്നാൽ ആരെയും മുഖം നോക്കാതെ വിമർശിക്കുന്ന ഒരു ശൈലി ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയറിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് PV അൻവർ ഇന്ന് നടത്തിയിരിക്കുന്ന ഈ പ്രതികരണം മാധ്യമങ്ങൾക്ക് വരുന്ന 2-3 ദിവസങ്ങളിലോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്ക് പിണറായി വിജയൻ എന്ന ഇടതുപക്ഷത്തിന്റെ ഒരു മസ്തകമായിട്ടുള്ള വ്യക്തിക്ക് നേരെയുള്ള ആഞ്ഞടിക്കലിന് അവസരമുണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ സമാധാനമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അയഞ്ഞും തെളിഞ്ഞും നിൽക്കാൻ പറ്റില്ല. ചിലയിടത്തൊക്കെ ചുവടുറപ്പിച്ച് നിൽക്കേണ്ടി വരും. ആ ചുവടുറപ്പിച്ച് നിന്നതാണ്. അതിൽ പാകപ്പിഴ ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഒറ്റയടിക്ക് ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് എല്ലാം മോശമാണ്, ഞാൻ മാത്രമാണ് 100% ശരിയെന്നും മലപ്പുറത്ത് ഉൾപ്പെടെയുള്ള പല സ്വർണ്ണക്കടത്ത് കേസുകളിലും ഒരു ഉദ്യോഗസ്ഥനെയും, അതായത് ഈ നിങ്ങൾ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും റിപ്പോർട്ട് തേടാതെ എന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ട് നടപടിയെടുക്കണമായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയാണ് ഒരു ഭരണാധികാരിക്ക് അത് ചെയ്യാൻ കഴിയുന്നത്? നിങ്ങൾ ഉന്നയിച്ച ആരോപണം സ്വർണം പൊട്ടിക്കൽ, പിണറായി വിജയൻ എന്താ തൃക്കണ്ണുണ്ടോ, ത്രികാലജ്ഞാനമുണ്ടോ? നിങ്ങൾ പറഞ്ഞ കാര്യം ഓക്കെ, അതിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ അണിക്കെതിരെ നടപടിയെടുക്കാം. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ നടപടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം കേട്ടുടനെ നടപടിയെടുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ചിന്താശേഷി ഏത് ശൈലിയിലാണ് പോകുന്നതെന്ന് ഒരിക്കലും ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. കാര്യം PV അൻവർ എന്നൊരു വ്യക്തിയെ കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാട് മുഴുവൻ പൊളിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലുണ്ടായി. പിന്നെ മാധ്യമങ്ങളുടെ രീതികൾക്കനുസരിച്ച് സഞ്ചരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോ DYFI അണികളുണ്ട്, അവിടുത്തെ ഒരുപാട് സഖാക്കൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ
ഈ സംവിധാനങ്ങൾക്കപ്പുറം അവിടെ ഞാൻ ഒരു താരമാണ് എന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. PC ജോർജ് നേരത്തെ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇതേ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞത്. വരുന്നൊരു PC ജോർജ് ആയിട്ട് നിങ്ങൾ മാറാൻ പോവുകയാണെന്ന്. ചിലപ്പോൾ അങ്ങനെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. കാര്യം PC ജോർജ് എന്ന വ്യക്തി ഇതുപോലെ ഒറ്റയ്ക്ക് അവിടെ മത്സരിച്ച് ജയിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ പൂഞ്ഞാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016. 2021 വരുമ്പോൾ ഇപ്പോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയർ തന്നെ എവിടെയെന്നില്ലാതെ അലയുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയൊന്നും PV അൻവറിന് വരാതിരിക്കട്ടെ. അത്രമാത്രം വില കുറഞ്ഞൊരു ക്യാരക്ടറും ആയിരുന്നില്ല PV അൻവർ എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. പക്ഷേ എന്ത് ചെയ്തത്? നിങ്ങൾക്ക് നിങ്ങളുടെ ടെമ്പറുകളെല്ലാം മാറുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും ആലോചിക്കാം. നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ, നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ എല്ലാം തെറ്റാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നടന്നുപോയ വഴികളിൽ മാധ്യമ പരിലാളനയിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എവിടെയൊക്കെയോ മാറിപ്പോയി. ഇത് ഇപ്പോ നിങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്ന ഹൈപ്പ് കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് വല്ലാത്ത സ്പേസ് ഉണ്ടാക്കി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നാളുകളിൽ നിങ്ങളെ തള്ളിപ്പറയുന്നതും ഇവർ മാത്രമായിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു മനുഷ്യന് വേണ്ട ബേസിക് ക്വാളിറ്റി വന്ന വഴി മറക്കാൻ പാടില്ല എന്നാണ്. ആ വന്ന വഴി മറന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലോ മറ്റെന്ത് കാര്യത്തിലോ നിങ്ങൾക്കിപ്പോ ഞാൻ പറയുന്ന വാക്കുകൾ എന്നും പരിഗണിക്കുകയാണ്. ഇപ്പോ ഉണ്ണി ബാലകൃഷ്ണനാണല്ലോ നിങ്ങളുടെ മാസ്റ്റർ ബ്രെയിനും നിങ്ങളുടെ മെന്ററും. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഈ നാട്ടിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം, അതായത് മാത്യു കുഴൽനാടൻ പിണറായിക്കെതിരെ എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അതേപടി പുലമ്പുന്ന, ഒരു തെളിവും വേണ്ട, മാത്യു കുഴൽനാടൻ പറഞ്ഞു എന്ന രീതിയിൽ പറയുന്ന മാധ്യമ പ്രവർത്തകനെയും അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ആ നിലയ്ക്ക് കോൺഗ്രസുകാരും സതീശനും പറയുന്ന വാചകങ്ങളെല്ലാം കണ്ണടച്ച് അല്ലെങ്കിൽ തൊണ്ട തൊടാതെ വിഴുങ്ങി അത് അതേപടി പലപ്പോഴും പറയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം ദേശീയ തലത്തിൽ നടത്തിയ വിലയിരുത്തലുകളെല്ലാം ശരിയായിരുന്നു എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം അത് എന്റെ ഒപ്പീനിയനാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ എവിടെയെങ്കിലും കേട്ട കാര്യങ്ങളുമായി ചേർന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്റെ അഭിപ്രായം രൂപപ്പെടും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണനും റിപ്പോർട്ടർ ചാനലും, ആ റിപ്പോർട്ടർ ചാനലിനെ നിങ്ങൾ സഹായിച്ചു, തിരിച്ച് നിങ്ങളെ റിപ്പോർട്ടർ ചാനൽ സഹായിക്കുന്നു. പരസ്പര ധാരണയിലുള്ള ഈ പോക്ക് നിങ്ങളെ അപകടത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കും. ഒരു സംശയമില്ല. PV അൻവർ എന്ന വ്യക്തി ഇന്ന് ഇനിയിപ്പോ സർവാധിപത്യ സ്വതന്ത്രനാണെന്നൊക്കെ പറയുന്നുണ്ട്. നല്ലത് തന്നെയാണ്. ഇതേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ PC ജോർജിന്റെ ട്രാക്ക് എങ്ങനെയാണ് 2016 തൊട്ട് പോകുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കാര്യം ഞാൻ മാത്രമാണ് ശരി, ഞാൻ മാത്രമാണ് എല്ലാത്തിലും കറക്റ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങളിലെല്ലാം നടപടി ഉണ്ടായില്ലെങ്കിൽ, അത് ചൂണ്ടിക്കാട്ടിയതിൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ആ ഇടപെടാത്തവരെ മുഴുവൻ സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിക്കും. ഒരു ദിവസം ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല മാർക്കറ്റ് കിട്ടി. 2-3 ദിവസം കൂടി നിങ്ങൾക്ക് നല്ല മാർക്കറ്റ് കിട്ടും. ഈ മാർക്കറ്റ് എല്ലാം കഴിഞ്ഞ് അവരുടെ വാർത്താ കച്ചവടത്തിന്റെ ആ തോത് കുറയുന്ന ഒരു ദിവസം വരും. അന്ന് മുതൽ നിങ്ങൾ ചിന്തിച്ചോളൂ, ഈ സമൂഹത്തിനിടയിൽ 140 MLA-മാരുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അടയാളപ്പെടുത്തിയിരുന്നത് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ ഈ പ്രകൃതി ചൂഷണം ചെയ്യുന്ന വ്യക്തിയാണ്, കള്ളപ്പണക്കേസാണ്, അല്ലെങ്കിൽ തട്ടിപ്പുകാരനാണ്, വെട്ടിപ്പുകാരനാണ്, അങ്ങനെ പലതരത്തിലുള്ള പേരുകളിൽ ഭൂമാഫിയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളെ ഇന്ന് ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊറ്റ കാരണമേ ഉള്ളൂ. റഹീം പറഞ്ഞതുപോലെ നിങ്ങൾ ഇടതുവിരുദ്ധനായി സംസാരിച്ചു, നിങ്ങൾ പിണറായി വിരുദ്ധനായി സംസാരിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയങ്ങൾ ആഗ്രഹിച്ചിരുന്ന മൗത്ത് പീസായി മാറിയതുകൊണ്ട് മാത്രമാണ് ഈ എയർ സ്പേസ്, അതായത് 2 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ചാനലും മാറ്റിവെച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് കിട്ടിയ എയർ സ്പേസും ഇന്ന് നിങ്ങൾ അടിച്ച വാചകങ്ങൾ വെച്ചിട്ട് ഹീറോ പരിവേഷത്തിൽ നിങ്ങൾ ആഘോഷിക്കുന്നവരുണ്ട്. ഇതേ വേഗത്തിൽ താഴേക്ക് പോകാതിരിക്കട്ടെ. PV അൻവർ എന്ന വ്യക്തി അങ്ങനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ അസ്തമിക്കുന്നത് കാണാൻ ആഗ്രഹമില്ലാത്ത വ്യക്തിയായിരുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾ റിപ്പോർട്ടർ ചാനലുമായി നടത്തിയ ആ ഗൂഢാലോചനയുടെ വിഷയങ്ങൾ കൂടി പുറത്തേക്ക് വരുമെന്ന് വിശ്വസിക്കുകയാണ്. പലരും പ്രതികരിക്കുന്നുണ്ട്. പേടിക്കേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇന്ത്യയിൽ നിന്ന് പോയാലും ഇപ്പോൾ ശ്രീലങ്കയിൽ ഉണ്ടെന്ന് സമാധാനിക്കാം. ശരി അഷ്റഫെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെയെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അങ്ങനെയെങ്കിലും സമാധാനിച്ചോളാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ നിന്ന് തന്നെ പോട്ടെ, അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാ കാലത്തും അധികാരത്തിൽ ഇരിക്കണമെന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. അങ്ങനത്തെ അഭിപ്രായമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ പാടുള്ളൂ എന്നല്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കൊരു ഇതുണ്ട്. അതായത് ഒരു അറിഞ്ഞോ അറിയാതെയോ അല്ല, അതൊരു കൃത്യമായിട്ട് മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന സംഘപരിവാർ, ക്രിസംഗി മനസ്സ് അല്ലെങ്കിൽ മുസംഗി, അതായത് തീവ്ര മുസ്ലിംസ് ഉണ്ടല്ലോ, അവരെല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഒരു പ്രവർത്തനമുണ്ട്. അതിൽ നമ്മുടെ ഇപ്പോഴാണ് ഈ റീസെന്റ് ആയിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെല്ലാം മാധ്യമ സ്ഥാപനങ്ങളിലൊക്കകത്ത് കുറച്ചുകൂടിയൊക്കെ ജോലിക്കായിട്ട് വരുന്നത്. ബാക്കി നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ കുറെ കാലമായി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വീടുകളിൽ എത്തുന്നത് മനോരമ, മാതൃഭൂമി പത്രങ്ങളായിരുന്നു.
കേരളാവധിക്ക് വലിയ പ്രചാരമില്ലെങ്കിലും മനോരമ മാതൃഭൂമി. പക്ഷേ നിങ്ങൾ വളരെ കൃത്യമായി നോക്കിയാൽ മതി, ഇതിനകത്തെ വിദേശ പേജുകൾ പലപ്പോഴും മാറ്റിവെച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ അവിടുത്തെ നേതാക്കന്മാരെ കുറിച്ചുള്ള നെഗറ്റീവ് വാർത്തകളായിരിക്കും. ഒപ്പം മുസ്ലിം ഭരണാധികാരികളുടെ ഭരിക്കുന്ന രാജ്യങ്ങളിലെ തമ്മിലടി, അവിടുത്തെ പ്രശ്നങ്ങൾ മാത്രമാണ്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളെല്ലാം അടിപൊളിയാണെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുത്തുന്ന കാലമായിരുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ, ഇപ്പോ ചൈന എന്നൊരു നാടിനെ നിങ്ങൾ അധിക്ഷേപിക്കുന്നു. ഞാനൊരു തീവ്ര കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ള ആളല്ല, പക്ഷേ സെക്യുലർ മൈൻഡിൽ കമ്മ്യൂണിസമാണ് ഈ സമൂഹത്തിൽ, അതായത് PV അൻവറിന് വിശ്വാസം നഷ്ടപ്പെട്ടെങ്കിലും PV അൻവറിന്റെ മനസ്സിൽ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവത്തിനെ മാത്രം ഭയപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മാനസികമായിട്ട് ഒരു തീവ്ര മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നിപ്പോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസത്തിനകത്തെ സെക്യുലറിസത്തെ കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാകാതെ പോകുന്നത്. RSS ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യത്തിലാണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് PV അൻവറാണ് ആ ചെയറിൽ ഇരിക്കുന്നതെങ്കിലും ഉടനടി നടപടി എടുക്കുന്നതല്ല ഹീറോയിസം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പത്രക്കാരുടെ കയ്യടിക്ക് വേണ്ടി ചെയ്യുന്നതല്ല പ്രവർത്തനം. ആ കാര്യവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ, കാര്യം പിണറായി എന്ന് പറഞ്ഞാൽ ആ ചെയറിൽ ചെന്നിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എടുക്കേണ്ട തീരുമാനങ്ങൾ സ്വയം എടുക്കേണ്ട തീരുമാനങ്ങളല്ല. ഒരു ആരോപണങ്ങൾ, ഒരു പരാതികൾ മുന്നിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടതുണ്ട്. അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് നടപടി എടുക്കേണ്ടത്. അല്ലെങ്കിൽ നാളുകളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപം നേരിടേണ്ടി വരുന്നത്? നടപടി എടുത്ത ആളാണ്. അന്നും ഇവിടെ ഞാൻ പറഞ്ഞ PV അൻവറിനെ ഒന്നും അല്ല, പിണറായി വിജയനാണല്ലോ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ, ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന രാഷ്ട്രീയക്കാരൻ. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഗ്രാഫ് 100ൽ നിന്ന് ഇപ്പോ കരിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് ആയിരിക്കാം. സ്വാഭാവികമായിട്ടും തുടർച്ചയായി ഭരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഈ ആന്റി ഇൻകംബൻസി അതല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകില്ല എന്നൊന്നും പറയുന്നില്ല, സ്വാഭാവികമായി ഉണ്ടാകാം. പക്ഷേ കൂടെ നിൽക്കുന്നവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് PV അൻവറിനെ പോലുള്ളവരൊക്കെ ഇനി ഈ സമൂഹത്തിന്റെ മുന്നിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര പേർ വിശ്വസിച്ച് ഒപ്പം നിർത്തുമെന്നുള്ള സ്വയം ഒന്ന് ചിന്തിക്കണം. കാര്യം സ്വന്തമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഫോൺ ടാപ്പ് ചെയ്യുന്ന പ്രവർത്തനം അത് എത്ര ശരിയാണെന്നുള്ളത്. കാര്യം ബാക്കിയുള്ളവരെ എല്ലാം കേൾപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പുറത്തു വിടാമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം നയപരമായിട്ട് സംസാരിച്ച് ഒരാളെ കൊടുക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അത് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിനുള്ളിൽ എന്താണ്, ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോ ഏറ്റവും ഒടുവിൽ തന്നെ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിളിച്ച കാര്യത്തെ സംബന്ധിച്ചൊക്കെ മാധ്യമങ്ങളിലൂടെ വാർത്ത വരുമ്പോൾ അദ്ദേഹത്തിന്റെ ലൈൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. എനിക്കുണ്ടായ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്ത് എന്റെ പേര് അച്ചടിച്ച് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് കാര്യമെന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ അപകടമെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും PV അൻവറിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോ ഈ ഒരു വിഷയത്തിൽ അടച്ചധിക്ഷേപിക്കുന്നില്ല. പക്ഷെ ചെയ്തത് 100% തെറ്റാണ്. ഇന്നലകളിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്ന് പറഞ്ഞ വാചകങ്ങൾ വെച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് മനസ്സുള്ള മാധ്യമ പ്രവർത്തകർ പറയുന്ന വാചകങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സ് മാറുന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഇടതുപക്ഷ ആശയം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിപ്പോഴും ഒരു കോൺഗ്രസുകാരനായി, പടിക്ക് പുറത്തൊരു സെക്യൂരിറ്റിക്കാരനായി നിന്നുകൊണ്ട് എന്റെ ഒരു രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഇന്നലത്തെ ആവശ്യം അതായിരുന്നു. ഞാൻ അവിടെ നിന്നു. അതിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് പുറത്തേക്ക് പോവുകയാണ്. അതിൽ അദ്ദേഹം പറയുന്ന കാരണങ്ങൾ, ആ കാരണങ്ങളുടെ സത്യാവസ്ഥ പുറത്തേക്ക് വരട്ടെ, കാര്യങ്ങൾ അറിയട്ടെ. അപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരാളെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യണം, ഇവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ നിയമമുണ്ടെന്നേ, ചട്ടങ്ങളുണ്ടെന്നേ, അത് മാത്രമേ ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലാതെ, നിയമോപദേശം ഇല്ലാതെ അൻവറുമായിട്ട് പ്രശ്നമുണ്ട്, അവനെ തൂക്കിയെടുത്ത് അകത്തിട്ടരെ എന്ന് പറയാൻ ഒരു മുഖ്യമന്ത്രിക്കും കഴിയില്ല. അല്ലെങ്കിൽ ഈ നാട് എന്തായിരിക്കണം? ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രാജഭരണം അരങ്ങേറുന്ന നാടായിരിക്കണം. പക്ഷെ അങ്ങനെയല്ല. ഈ നാട് എല്ലാവരെയും അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടും ആർക്കും സ്വതന്ത്രമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ആ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഇടങ്ങളിൽ ഇരുന്നിട്ട് ചിലർ ന്യൂനപക്ഷ വിരുദ്ധത പറയുന്നുണ്ട് എന്നുള്ള വസ്തുതയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ പറയുന്നവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, അത് അകത്തിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളവർ ജാമ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പിണറായി വിചാരിച്ചിട്ടാണോ ജാമ്യം കിട്ടുന്നത്? അങ്ങനെയൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരുതാം, അതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോ പലതരത്തിലുള്ള ഇത് വരുന്നുണ്ട്. സഖാക്കൾ അടിമകളാകരുത്. അതെ, ചില കാര്യങ്ങൾ ഈ അടിമകൾ ആകരുതെന്ന് സഖാക്കൾ അടുത്ത് പറയും. പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറഞ്ഞിരിക്കുന്നത് സറഫു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിക്ക് അടിമകൾ നിലപാടുകൾ പറയുന്നതാണോ അടിമത്വം എന്ന് പറയുന്നത്? നിലപാടുകൾ പറയുന്നത് അടിമത്വമാണല്ലേ? അങ്ങനെയാണെങ്കിൽ ആ അടിമത്വം ഉണ്ടെന്ന് ഞാൻ കരുതിക്കൊള്ളൂ. കാര്യം എന്ത് പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾ മതങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പൊ ഈ പറയുന്ന സറഫു നല്ല ഒരു ശക്തമായിട്ടുള്ള ഒരു നിലപാടൊന്ന് പുറത്തു പറഞ്ഞു, മതങ്ങൾ ചെയ്യുന്ന തെറ്റായ വിഷയങ്ങൾക്കെതിരെ നിങ്ങൾ വായ തുറന്ന് സംസാരിക്കും. അപ്പോൾ മത അടിമയാണോ നിങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയുക? ചില കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾ
അത് പരസ്യമായിട്ട് പറഞ്ഞ് എനിക്ക് വലിയ എന്തുണ്ടാക്കുക, ഇമേജ് ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുന്നത് ഒരുതരം സങ്കുചിതമായിട്ടുള്ള ചിന്താഗതിയാണ്. ആ ചിന്താഗതി തെറ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. അൻവർ എടുത്തിരിക്കുന്ന നിലപാടുകളെ കൈയടിക്കുന്ന ഒരു വലിയ ഭൂരിപക്ഷം നമ്മുടെ ഓപ്പോസിറ്റ് കാണും. പക്ഷേ ശരി ഏതെന്ന്, കാര്യം കള്ളം 3 തവണ ഉലകം ചുറ്റി വന്നു കഴിയുമ്പോഴാണല്ലോ സത്യം പുറത്തേക്ക് വരുന്നത്. ആ ഉലകം ചുറ്റി വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാതെ ഈ ഇന്നത്തെ കൈയടിക്കുന്നവരെല്ലാം നാളെയും ഇദ്ദേഹത്തെ തോളിലേറ്റു. കാര്യം ഇന്നുകൊണ്ട് ഈ ലോകം അവസാനിച്ചു പോകുന്നില്ലല്ലോ, എല്ലാരും ഇവിടെ തന്നെ ജീവിക്കാൻ പോവുകയല്ലേ. അപ്പൊ നമുക്ക് കാണാതെ, നമുക്ക് കാത്തിരുന്ന എല്ലാ കാര്യങ്ങൾക്കും കാണാം. കൈയടിച്ച് ഒരാളെ നശിപ്പിക്കാനും പറ്റും, അതിൽ വീഴാതിരിക്കലാണ് ചങ്കുറപ്പ്. കാർത്തികേയൻ പലരും എന്തായാലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പങ്കുവെച്ചോളൂ. ഒറ്റ കാര്യം മാത്രമേ ഈ വിഷയവുമായി ബന്ധം പറയുന്നുള്ളൂ. റിപ്പോർട്ടർ ചാനലിന് ഇന്നത്തെ ആരോപണത്തിൽ ശക്തമായ പങ്കുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ സ്ക്രിപ്റ്റിന് പിന്നിലും അൻവറിനെ കൊണ്ട് പിണറായിക്കെതിരെ സംസാരിപ്പിച്ചതിന് പിന്നിലും അൻവറിന് ഈ പ്രചോദനം കൊടുത്തിരിക്കുന്നത് മുഴുവൻ ഉണ്ണി ബാലകൃഷ്ണൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് അദ്ദേഹത്തിന്റെ അതായത് PV അൻവറിന്റെ വെളിപ്പെടുത്തൽ, റിപ്പോർട്ടർ ചാനലിലൂടെ സുജിത് ദാസിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്ന സമയം തൊട്ട് ഇന്നലെ വരെയുള്ള പ്രതികരണങ്ങൾ സംശയമുള്ളവർക്കെടുത്തൊന്ന് കേട്ടു നോക്കാം. നിങ്ങൾക്ക് ബോധ്യപ്പെടും എങ്ങനെയാണ് ഒരാൾ ഒരു ചാനൽ പ്രോഗ്രാമിൽ പറഞ്ഞു വെച്ച വാചകങ്ങൾ പലതും PV അൻവർ എന്ന വ്യക്തിയുടെ വായിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ബോത്ത് ആർ ഇന്റർ കണക്റ്റഡ് എന്നൊരു കാര്യത്തിൽ നിസ്സംശയമായിട്ട് എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്കത് ഞാൻ അതിനുള്ള സോഴ്സും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത്രയും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിന് നാളെ മുതൽ പിണറായിക്കെതിരെ സംസാരിക്കാനുള്ള അവസരം കിട്ടും. തുടർഭരണം നഷ്ടപ്പെടും, കിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. വേണ്ടെന്നേ, നല്ലത് ചെയ്തിട്ട് കിട്ടുന്നത് കിട്ടിയാൽ മതി. ഇല്ലാതെ, അതായത് അധികാരത്തിന് വേണ്ടി വളഞ്ഞ വഴികൾ നടക്കുകയോ അല്ലെങ്കിൽ ചിലർ തെളിക്കുന്ന പാതകൾ വഴിയൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തും സ്ഥായിയല്ല. ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സംവിധാനത്തെ അട്ടിമറിക്കുകയാണെങ്കിൽ അട്ടിമറിക്കപ്പെടട്ടെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാര്യം ഇതല്ല മറ്റേതാണ് നല്ലതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അനുഭവിച്ചറിഞ്ഞാൽ മതി. അത്രേ പറയാനുള്ളൂ. അനുഭവിച്ചേ അറിയാവൂ. വിഷയങ്ങളിൽ നിലപാടില്ലാത്തവരൊക്കെ വന്ന്, അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അവർ വന്നോട്ടെ. ഈ സംസ്ഥാനത്തിന് ഇന്ന് കണ്ട നിലയിലേക്ക് ഈ 8 വർഷത്തിനിടയിൽ കൊണ്ടു നടത്താൻ പറ്റിയത് ഒരു ഇച്ഛാശക്തിയുള്ള ഭരണാധികാരി ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അതിലൊന്നും യാതൊരു സംശയമില്ല. അത് ഒരു മോശം കാര്യമായിട്ട് ഇന്നു മുതൽ PV അൻവറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന്റേതായ അഭിപ്രായം പറയാൻ ഈ നാട്ടിൽ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റേതായ വഴിയിൽ സഞ്ചരിക്കാം. ഇന്ന് കൈയടിച്ചവരെല്ലാം എല്ലാ കാലത്തും ഒപ്പം ഉണ്ടായിരിക്കണം. പക്ഷേ ഇന്നലകളിലെ പ്രതിസന്ധിയിൽ ഇന്ന് PV അൻവർ എന്ന വ്യക്തിക്ക് തലപ്പൊക്കം ഉണ്ടാക്കിയതിന് പിന്നിൽ ആരാണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം സ്വയം ചോദിച്ചിട്ട് ഒരു ഉത്തരം കണ്ടെത്തിയാൽ നല്ലതായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആഭ്യന്തരം വളരെ മോശമാണ്. അത് സറഫ് വീണ്ടും പറയുന്നുണ്ട്, ആഭ്യന്തരം മോശമാണെന്ന്. എനിക്കൊരു കാര്യമുണ്ട്, ആഭ്യന്തരം പക്കായാണെന്നൊന്നും അഭിപ്രായമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സംഘപരിവാറിനെതിരെ എന്തെങ്കിലും കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുമ്പോൾ പിണറായി വിജയൻ സുഡാപ്പിയാവും. ഈ ഇപ്പുറത്തെ സൈഡിലുള്ളവർക്കെതിരെ ഏതെങ്കിലും കേസിൽ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ പിണറായി വിജയൻ സംഘിയാവും. ശരിയായ പാതയിൽ പോകുന്നവർക്കെതിരെ എല്ലാ കാലത്തും അങ്ങനെയാണ്. അദ്ദേഹം റൈറ്റ് പാതയിലാണ് പോകുന്നതെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാര്യം ഒരു വ്യക്തി മാത്രം, ഒരു പക്ഷത്ത് മാത്രമല്ല. ഇപ്പോ ഈ നാട്ടിലെ BJP-കാരടുത്തോ കോൺഗ്രസ്സുകാരടുത്തോ ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനെ കുറിച്ച് എന്ത് അഭിപ്രായമായിരിക്കും പറയുന്നത്? നേരെ മറിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാരടുത്ത് ചോദിച്ചാൽ എന്തായിരിക്കും പറയുന്നത്? അവർ പറയും സുഡാപ്പിയാണ്, ഇവർ പറയും സംഘിയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും രണ്ടുപേർക്ക് ഏകാഭിപ്രായമില്ലല്ലോ, രണ്ടുപേർക്ക് രണ്ടഭിപ്രായമാണല്ലോ. ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അദ്ദേഹം സംഘിയാണെന്നും സംഘികൾക്ക് അദ്ദേഹം സുഡാപ്പിയാണെന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരു അഭിപ്രായത്തിലെത്തിയാൽ അത് ഒരു വ്യക്തി ചെയ്യുന്ന പക്ഷം പിടിക്കൽ അല്ലെങ്കിൽ പക്ഷപാതം എന്ന് പറയാം. പക്ഷേ രണ്ടുപേർക്ക് രണ്ടഭിപ്രായമുണ്ടെങ്കിൽ രണ്ടുപേർക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആഭ്യന്തരം പരാജയമാണെങ്കിൽ അതൊരു വ്യക്തി ചെയ്ത ചില പ്രവർത്തനങ്ങളിലൊക്കെ വീഴ്ച വന്നിട്ടുണ്ടാവുമെന്നേ. മനുഷ്യനാണ്. ആ കസേരയിൽ ഏത് വ്യക്തി ഇരുന്നാലും ഈ മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്കിരിക്കുന്ന സംഘികൾ പറയുന്നത് പോലെ ഈ നമ്മൾ സ്വിച്ചിട്ട കണക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ ചിലപ്പോൾ സംഭവിച്ചു പോയതിനെ തിരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് തിരുത്തുന്നില്ലെങ്കിൽ അതാണ് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തത്. മനുഷ്യനാണ്. ഒരു വിഷയത്തിൽ ഒരാൾക്ക് തെറ്റ് പറ്റണമെന്നുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറാണ്. തെറ്റ് പറ്റാതെ ഇരിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഒരു ചുക്കും ചെയ്യാത്തവനാണെന്നെങ്കിലും സാമാന്യ ബോധത്തിൽ വിചാരിച്ചോളൂ. ഒരു മനുഷ്യന് തെറ്റുകൾ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് വിമർശിക്കാൻ അവസരമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു കസേരയിൽ ഇരുന്ന് ചെയ്യുന്നവർക്ക് മാത്രമേ മിസ്റ്റേക്കുകൾ പറ്റുള്ളൂ. അല്ലാതെ സമ്പൂർണമായി ശരി എന്ന് അവകാശപ്പെടുന്നവൻ ഒരു ചെയറിലിരുന്നാൽ ഒരു ചുക്കും ചെയ്യാത്തവനാണ്. കയ്യും കെട്ടി നോക്കിയിരുന്നിട്ട്
അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നവർ മാത്രമായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ലോജിക്കെങ്കിലും ചിലർക്ക് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോ മറ്റൊരു വിഷയവുമായിട്ട് നാളെ കാണാം. ചിലപ്പോ പൊങ്കാല വരാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് PV അൻവറിനെതിരെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ സൈബർ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ പിണറായി വിരുദ്ധർ മുഴുവൻ അണിനിരന്നിട്ടുണ്ട്. ആ വിരുദ്ധരെല്ലാം കൂടി നേരെ ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഒരു കുഴപ്പമില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് മാത്രമേ പറയാനുള്ളൂ.